Welcome to MrUnboxTravel. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഇതെൻ്റെ ഒരു പേഴ്സണൽ യൂസിന് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ കുറേ മലയാളികൾ ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഷവോമിയുടെ സ്മാർട്ട് ബൾബ്, അതായത് ഈ പിറകിൽ കാണുന്ന ഈ ഒരു സ്മാർട്ട് ബൾബിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് MI സ്മാർട്ട് LED അല്ലെങ്കിൽ സ്മാർട്ട് ബൾബിൻ്റെ ബോക്സ് വരുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ളത് നോക്കിയാൽ, ഒരു സ്മാർട്ട് ബൾബ്, ഒരു അത്യാവശ്യം ഒരു വെയിറ്റോട് കൂടിയിട്ടുള്ള ബൾബാണ്. പിന്നീടുള്ളത് ഒരു 2 കാറ്റലോഗ്. ഈ ഒരു 2 സംഭവം മാത്രമാണ് നമുക്കിതിൻ്റെ ഒപ്പം ലഭിച്ചിട്ടുള്ളത്. എനിവേ ഈ ഒരു സ്മാർട്ട് ബൾബ് എങ്ങനെയാണ് നമുക്കിതിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. E27 രീതിയിലുള്ള ത്രെഡ് ഹോൾഡറാണ് ഇതിൽ വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ E22 ടൈപ്പിലുള്ള പിൻ ഹോൾഡറാണ് വരിക. അങ്ങനെയുള്ളവർ E22-27 കൺവേർട്ടർ വാങ്ങിയാൽ മതിയാവും. ഇനി നമ്മൾ ഈ ഒരു ഹോൾഡറിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഷവോമി ഹോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അതിനുശേഷം എങ്ങനെയാണ് നമ്മളിത് ഫോണുമായിട്ട് പെയർ ചെയ്യുക എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനു മുമ്പ് നമുക്ക് നിർബന്ധമായിട്ടും വീട്ടിലൊരു വൈഫൈ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ മൊബൈൽ ഹോട്ട്സ്പോട്ട് വഴി മാത്രമേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ബൾബിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ. ഇനി എങ്ങനെയാണ് ഇത് പെയറിംഗ് മോഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ 5 തവണ നമുക്ക് ഈ ഒരു ലൈറ്റ് ഓൺ ഓഫ് ചെയ്യുക. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലിങ്ക് ആയതിനു ശേഷം ഒരു സ്റ്റേബിളായിട്ടൊരു വൈറ്റ് മോഡിൽ വരും. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇതുപോലെ വരും. ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിൽ വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് മാനുവലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആഡ് ഡിവൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ബൾബിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ബൾബിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണിത് പെയർ ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് നമ്മളിത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്മാർട്ട് ബൾബിൻ്റെ ബ്രീഫായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 9 വാട്ട് ബൾബാണ് ഇത് വരുന്നത്. 1700 കെൽവിൻ മുതൽ 6500 കെൽവിൻ വരെയാണ് ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. വൈഫൈയിലും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഹോട്ട്സ്പോട്ടിലും മാത്രമേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ബൾബ് കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം കളേഴ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ വൈഫൈ നമുക്ക് നിർബന്ധമാണ്. അതിൽ തന്നെ വൈഫൈയിൽ 2.4 GHz വൈഫൈ മാത്രമേ സപ്പോർട്ടാവൂ. 5 GHz വൈഫൈ നിലവിൽ സപ്പോർട്ടല്ല. പിന്നീട് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ അലക്സ വോയിസ് കൺട്രോളൊക്കെ ഉപയോഗിച്ച് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഷെഡ്യൂൾ ഓഫ് ഓൺ എന്ന് പറയുന്ന സിസ്റ്റവും കാര്യങ്ങളുണ്ട്. ഇനി ലൈഫ് സൈക്കിളിൻ്റെ കാര്യം എടുത്താൽ 25,000 മണിക്കൂറാണ് ഇതിൽ കമ്പനി പറയുന്നത്. ഏകദേശം 8-9 വർഷത്തോളം നമുക്കിതിൻ്റെ ലൈഫ് സൈക്കിൾ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ 4 രീതിയിൽ നമുക്ക് ഈ ഒരു ബൾബിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ്, രണ്ടാമത്തേത് കളർ, മൂന്നാമത്തേത് ഫ്ലോ, നാലാമത്തേത് ഫേവറേറ്റ്. ഇവയാണ് 4 ഓപ്ഷൻസ് അല്ലെങ്കിൽ 4 രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബൾബ് നോർമൽ ഒരു വൈറ്റ് ആയിട്ട് ചേഞ്ച് ആവും. അതിൽ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ നമുക്ക് ഈ ഒരു ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പ് ചെയ്താൽ ബ്രൈറ്റ്നസ് കൂടുകയും താഴ്ത്തിയാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയുകയും എന്നുള്ള രീതിയിലാവും. അതേപോലെ തന്നെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഈ ഒരു കളർ ടെമ്പറേച്ചർ മാറും. അതായത് വാം കൂൾ എന്നുള്ള രീതിയിൽ നമുക്കിതിൽ കളർ ചേഞ്ചസ് ആകുന്ന കാണാം നമുക്ക് ബൾബിൽ. ഇതാണ് വൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ കളറായിരിക്കും, സിംഗിൾ കളറായിരിക്കും. അതിൽ വാം കൂൾ എന്നുള്ള രീതിയിലും ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ആ ഒരു ഓപ്ഷൻ കാണുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കളറാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇതിലുള്ള കളേഴ്സ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഉള്ളത്. മൂന്നാമത്തെ ഓപ്ഷൻ അതായത് ഫ്ലോ ഓപ്ഷൻ, ഇതാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്നെപ്പോലെ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫ്ലോ സെറ്റിങ്സിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കളേഴ്സ് ഇതിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 4 കളേഴ്സ് നമുക്കിതിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു 4 കളേഴ്സ് ഫ്ലോ ആയിട്ടുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മിന്നി മറയുന്ന രീതിയിൽ നമുക്ക് ആ ബൾബിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോയുടെ ഫാസ്റ്റ്നെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ വളരെ സ്ലോയിലായിരിക്കും ആ ഒരു ഫ്ലോ സെറ്റ് ചെയ്ത് വരിക. അതായത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഓരോ കളേഴ്സും ചേഞ്ചസ് ആവുക.
ഇതിലും സ്വൈപ്പ് അപ്പ് സ്വൈപ്പ് ഡൗൺ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് കൂട്ടുക കുറക്കുക എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതിൽ റെക്കമെൻഡ് ആയിട്ട് നമുക്ക് ഏകദേശം 9ഓളം ഓപ്ഷൻസ് അല്ലെങ്കിൽ പ്രീസെറ്റ് ആയിട്ടുള്ള മോഡ്സുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. സൺറൈസ്, സൺസെറ്റ്, മൂവി, ബർത്ത്ഡേ എന്ന് തുടങ്ങിയ ഏകദേശം 9ഓളം മോഡ്സുകളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. അതിൽ കാണുന്ന ഓരോ മോഡുകളിലും നമ്മൾ അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആംബിയൻസിനനുസരിച്ചുള്ള കളേഴ്സ് ചേഞ്ചസ് ആകും എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്കിതിൽ ഫേവറേറ്റിൽ കാണാൻ സാധിക്കുക. അപ്പോൾ വൈറ്റ്, കളറ്, ഫ്ലോ, ഫേവറേറ്റ്, ഈ ഒരു 4 രീതിയിലാണ് നമുക്ക് നമ്മുടെ സ്മാർട്ട് ബൾബിനെ ഇതിലെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. ഈ ഒരു MI സ്മാർട്ട് ബൾബിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 49 ഖത്തർ റിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 1000 രൂപയാണ് വരുന്നത്. ഏകദേശം ഈ ഒരു സെയിം പ്രൈസ് തന്നെ 1000 രൂപ തന്നെയാണ് ഇന്ത്യയിലും ഇതിന് പ്രൈസ് വരുന്നത്. എങ്കിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലുള്ള സൈറ്റുകളിലും കാര്യങ്ങളൊക്കെ ചില സമയത്ത് 799, 699 അത്തരത്തിലുള്ള പ്രൈസ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിമേ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ബൾബ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങിയിട്ടുള്ള ഒരു സ്മാർട്ട് ബൾബാണ്. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇത്തിരി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു സ്മാർട്ട് ബൾബ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ബൾബ് ഇതുപോലെ പിറകിൽ വെച്ചതിന് ശേഷം നമ്മുടെ വീഡിയോ കളർഫുൾ ആയോ ഇല്ലേ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ട് 2 വിഭാഗക്കാർക്കാണ്. ഒന്ന് എന്നെപ്പോലുള്ള യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഇതുപോലെ ഇരുന്ന് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളർഫുൾ ആക്കാൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്മാർട്ട് ബൾബുകൾ സഹായിക്കും. 1, 2, 3 സ്മാർട്ട് ബൾബുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്മാർട്ട് ബൾബുകൾ നിങ്ങൾക്ക് വാങ്ങാം. കാരണം നമ്മൾ എന്നും നോർമൽ ബൾബ് നമുക്ക് എന്നും ഒരേ ലൈറ്റ് അല്ലെങ്കിൽ ഒരേ ആംബിയൻസ് തന്നെയാണ് നമുക്ക് നമ്മുടെ റൂമിൽ ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ പകരം ഒരു സ്മാർട്ട് ബൾബ് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ആംബിയൻസിനനുസരിച്ച് നമുക്ക് ലൈറ്റ് കളേഴ്സ് സെറ്റ് ചെയ്യാനാവും എന്നത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് നമ്മുടെ വീട്ടിൽ കുട്ടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ റൂമിലും കാര്യമൊക്കെയാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഡെയിലി ചേഞ്ചസ് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്കതിൽ ചേഞ്ചസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലോ മോഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പാർട്ടി മോഡ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ബൾബിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബൾബ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി റെക്കമെൻഡ് തന്നെ ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരത്തിന് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.